ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പെസഹാപ്പവും പാലും ഉണ്ടാക്കിയതാണ്. നമുക്ക് ഈ പാലും ഈ പെസഹാപ്പം ഉണ്ടാക്കുന്ന വീഡിയോയിൽ കണ്ടു നോക്കാം. പെസഹാപ്പം ഉണ്ടാക്കുന്നതിന് ഞാൻ 1/4 കപ്പ് ഉഴുന്ന് ഒരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അരയ്ക്കുന്നതിന് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് അരച്ചെടുത്ത ഈ ഉഴുന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ജാറിൽ തന്നെ 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 5 കഷ്ണം ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി 2ആയിട്ട് കീറിയതിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പിനോടടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ തേങ്ങ നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. തേങ്ങയും തരിതരിപ്പായിട്ട് അരച്ചെടുത്തു. നമുക്ക് ആ ഉഴുന്നരച്ചെടുത്ത പാത്രത്തിലേക്ക് ഇതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് വീണ്ടും മാറ്റി വെക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ നല്ല നൈസ് അരിപ്പൊടി വറുത്തത് ഒരു 3/4 കപ്പും കൂടെ ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഇത് അടിച്ചുകൊണ്ട് വരാം. അരച്ചെടുത്ത ഈ അരിപ്പൊടിയും നമുക്ക് ഈ മാവിലേക്ക് ചേർക്കാം. മാവ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. നല്ല ഇഡലിയുടെ മാവ് പോലെ തന്നെ ആയിരിക്കുകയാണ്. പെസഹാപ്പത്തിൻ്റെ മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അരച്ചെടുത്താൽ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് പെസഹാപ്പം. നമുക്കിനി ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. നമ്മൾ ഈ തട്ടത്തിനകത്ത് വെളിച്ചെണ്ണയാണ് പുരട്ടേണ്ടത്. അതാണ് രുചി. നെയ്യ് പുരട്ടുന്നതിലും നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഈ പാത്രത്തിലേക്ക് മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരു 30 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. ഇന്നാണ് ശരിക്കുള്ള പെസഹായുടെ തിരുവത്താഴം നടക്കുന്നത്. അപ്പം ഞാൻ കുരുത്തോല അതിനെ അനുസ്മരിപ്പിച്ച് നമ്മുടെ അപ്പത്തെ വെക്കുകയാണ്. നമുക്ക് നന്നായിട്ടിതൊന്ന് വെന്തെടുക്കാം. നമുക്ക് ഈ അപ്പം വെന്തോന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ അപ്പം തണുക്കാനായിട്ട് വെക്കാം. പെസഹാപ്പത്തിൻ്റെ പാലുണ്ടാക്കുന്നതിന് ഞാൻ 3 കപ്പ് തേങ്ങ ചുരണ്ടിയതെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 1/2 കപ്പ് 1-ാം പാലും ഒരു 2.5 കപ്പ് 2-ാം പാലും കൂടെ നമുക്കെടുക്കാം. പെസഹാപ്പത്തിൻ്റെ പാല് കാച്ചുന്നതിന് ഞാനൊരു ശർക്കര കൊണ്ടാണ് എടുത്തേക്കുന്നത്. ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര നന്നായിട്ട് ഉരുകി ഇതിനകത്ത് മണ്ണും കരടും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാം. നമുക്ക് ഈ ശർക്കര പാനിയിലേക്ക് 2.5 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിച്ചത്. ഇതൊന്ന് കുറുകി വരണം. അതിനായിട്ട് പൊടി ഞാൻ തേങ്ങാപ്പാലിലൊന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിനകത്ത് ചേർക്കുന്ന അരിപ്പൊടിയും ആ പത്തിരിപ്പൊടിയുടെ നൈസ് റൈസ് പൗഡർ തന്നെ വേണം. നമുക്ക് ചെറുതീയിൽ ഇതൊന്ന് കുറുകി വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. പാല് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിന് പാല് കുറുകി വന്നിട്ടുണ്ട്. കൂടുതൽ കുറുകണമെന്നുണ്ടെങ്കിൽ വീണ്ടും അരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി.
തണുക്കുമ്പോഴത്തേക്ക് ഈ പാൽ നന്നായിട്ട് കുറുകി വരും. 1/2 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചുക്കിൻ്റെയും ഏലക്കായുടെയും ഒക്കെ നല്ല മണമാണ് പാലിൽ നിന്ന് വരുന്നത്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി പാല് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അങ്ങനെ പെസഹാപ്പത്തിൻ്റെ പാലും റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ഈ പെസഹാപ്പം ഒന്ന് കട്ട് ചെയ്യാം. പെസഹ പെരുന്നാളിനെ സൂചിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നതും അതിൻ്റെ പാല് കാച്ചുന്നതും ഇതിൽ മുക്കി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. അരച്ചപ്പോൾ തന്നെ അപ്പം ചുടുന്നത് കൊണ്ട് വട്ടയപ്പം പോലെ സോഫ്റ്റ് അല്ല, ഇൻസ്റ്റൻ്റായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പാല് കൂട്ടിയാണ് നമ്മളിത് കഴിക്കുന്നത്. പെസഹ അപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടമാണെന്ന് കരുതുന്നു. അടുത്ത റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ ബൈ.